ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലെ മാർക്കറ്റ് 3 ബിഗ് ഇവൻറ്റുകളെയാണ് സാക്ഷ്യം വഹിച്ചത്. ഒന്ന് യൂണിയൻ ബഡ്ജറ്റ്, മറ്റൊന്ന് ഇന്ത്യ US ട്രേഡ് ഡീൽ, മറ്റൊന്ന് RBI മോണിറ്ററി പോളിസി. അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഇമ്പാക്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. ലാസ്റ്റ് വീക്കിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നമ്മുടെ ബ്രോഡ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 1.47% അപ്പായിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 1.8% അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 2% അപ്പായിരുന്നു. സ്മോൾ ക്യാപ് 250 0.64% അപ്പായിരുന്നു. മൈക്രോ ക്യാപ് 250 1.91% അപ്പായിരുന്നു. അപ്പോൾ ഓവറോൾ ബ്രോഡ് മാർക്കറ്റ് പോസിറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ഡൗൺ ആയിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ക്രാഷ് കാണുന്നത് നിഫ്റ്റി IT ഇൻഡെക്സിലാണ്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി എനർജി, അതുപോലെ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി കമ്മോഡിറ്റീസ് ഇതൊക്കെ 2 മുതൽ 5% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി MNC, നിഫ്റ്റി PSE, നിഫ്റ്റി CPSE, അതുപോലെ നിഫ്റ്റി FMCG, നിഫ്റ്റി ഫാർമ ഇതൊക്കെ 1% കൂടുതൽ പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ട് കാണാം. നിഫ്റ്റി മെറ്റലും നിഫ്റ്റി ബാങ്കും അതുപോലെ നിഫ്റ്റി മീഡിയയും അത് 1% താഴെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതേപോലെ ഗോൾഡ് സിൽവറിൻ്റെ ഒരു പെർഫോമൻസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഗോൾഡ് ETF-ഉം സിൽവർ ETF പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ഒരു ETF ആയിട്ടുള്ള ഗോൾഡ് ബീസ് 9.46% ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയിൽ അപ്പായിരുന്നു. സിൽവർ ബീസ് ETF അത് 7.88% അപ്പായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് വളരെയധികം പോസിറ്റീവായിരുന്നു. ഇപ്പോൾ വലിയ ഫോൾ നടന്ന അവസ്ഥയിൽ നിന്നാണ് ഫെബ്രുവരി 2-ാം തീയതി മുതൽ മാർക്കറ്റ് നേരിയ തോതിൽ റീബൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ റുപ്പിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ 91-ന് മുകളിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും താഴെ വന്നതായിട്ട് കാണാം. കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ FIIസിൻ്റെ പെർഫോമൻസ് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം കഴിഞ്ഞ ആഴ്ച അവർ 3 ട്രേഡിംഗ് ഡേയിൽ അവർ ബയേഴ്സ് ആയിരുന്നു, 3 ട്രേഡിംഗ് ഡേയിൽ അവർ സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാസം തുടങ്ങിയതിന് ശേഷം അവർ 2645 ഒരു നെറ്റ് ബൈയിങ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവർ 2 ട്രേഡിംഗ് ഡേയിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഓവറോൾ അവരും 2892 ഒരു നെറ്റ് ബൈയിങ് ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും DIAസും FIIസും ഒരേപോലെ കഴിഞ്ഞ വീക്ക് അല്ലെങ്കിൽ ഈ മാസത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നെറ്റ് ബയേഴ്സ് ആവുക എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ട്രെൻഡ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വലിയൊരു വെല്ലുവിളി ഉയർത്തിയത് ക്രൂഡ് ഓയിൽ പ്രൈസ് ആയിരുന്നു. ഇപ്പോഴും ബ്രന്റ് ക്രൂഡ് 68 എന്ന ലെവലിലും WTI ക്രൂഡ് 63 എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒമാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ US പീസ് ടോക്സ് അത് 1-ാം റൗണ്ട് കഴിഞ്ഞെങ്കിലും ഒരു വ്യക്തമായൊരു സൊല്യൂഷനിൽ അത് എത്തിയിട്ടില്ല. അപ്പോൾ ഇറാന് കൂടുതൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോക്കിന് തയ്യാറാണ്. പക്ഷേ US ആവശ്യപ്പെടുന്നത് ഇറാനെ പൂർണ്ണമായിട്ടും ന്യൂക്ലിയർ വിമുക്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു ഡിമാൻഡിന് ഒരിക്കലും ഇറാൻ അംഗീകരിക്കില്ല. അപ്പോൾ അതാണ് ഈ ഒരു ചർച്ചയിൽ ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് റൗണ്ട് സ്റ്റോക്കുകളും ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ഗ്ലോബൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഇവൻറ്റ് ഈ ഒരു ഇറാൻ US സ്റ്റോക്കായിരിക്കും. ഇതുപോലെ നെക്സ്റ്റ് വീക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് റിയാക്ഷൻ അത് ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീല് ഒരു ഇൻ്ററിം ഡീലാണ്, അതൊരു ഒരു ഇടക്കാല ഡീലാണ്. ഈ ഡീലിൽ പല കാര്യങ്ങളും ഇപ്പോഴും വ്യക്തത ഇല്ലാത്തതായിട്ടുണ്ട്. ഇപ്പോൾ 2 രാജ്യങ്ങളും ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ കൊണ്ടുവന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇന്ത്യ USൻ്റെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, അതേപോലെ ഒഫീഷ്യലായിട്ട് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള 50% അഡീഷണൽ പെനാൽറ്റി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറോടുകൂടി തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ക്ലോസ് കാണാം, ഭാവിയിൽ ഇന്ത്യ വീണ്ടും റഷ്യയുമായിട്ടുള്ള ഓയിൽ ബൈങ് തുടർന്നാൽ ഈ ഒരു അഡീഷണൽ 25% താരിഫ് വീണ്ടും ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറാകും എന്നൊരു വാണിംഗ് കൂടി ഈ ഒരു ഇൻ്ററിം ഡീലിലുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ രീതിയിൽ 18% താരിഫിലേക്ക് ഇന്ത്യ വരുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് മേഖല എത്രമാത്രം വളരുമെന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു 50% താരിഫ് ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ എക്സ്പോർട്ട് മേഖലയിൽ വലിയ തളർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ ഡീലിനോടുകൂടി അതിൻ്റെ ഒരു വളർച്ച എത്രമാത്രം ഉണ്ടാവും എന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം.
അപ്പോൾ അവിടെ നമുക്കറിയാം പ്രധാനപ്പെട്ട എക്സ്പോർട്ട് സെക്ടേഴ്സ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, കെമിക്കൽസ്, ഓട്ടോ പാർട്സ്, മറൈൻ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോക്കസിലേക്ക് വരുന്ന സെക്ടേഴ്സ്. അപ്പോൾ അടുത്ത ആഴ്ച മാർക്കറ്റ് ഉത്തരം തേടുന്ന ഒരു ചോദ്യം ഈ ഒരു സെഗ്മെൻറ്റിൽ എത്രമാത്രം എക്സ്പോർട്ട് വർദ്ധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഈ ഇന്ത്യ US ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു ഭാഗം, ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഓൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് താരിഫിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇൻഡസ്ട്രിയൽ ഗുഡ്സ് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ വൈഡ് റേഞ്ച് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അത് അമേരിക്കൻ സൈഡിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും അവർക്ക് വ്യാഖ്യാനിക്കാം. അത് ഡയറി പ്രോഡക്ട്സ് ആവാം, വീറ്റ്, മെയ്സ്, റൈസ് പോലെയുള്ള കാര്യങ്ങളാകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തത അമേരിക്കയുടെ ഭാഗത്തുനിന്നില്ല. എന്നാൽ ഇന്ത്യയിലെ പീയൂഷ് ഗോയലിൻ്റെ ഒരു ട്വീറ്റിൽ നമ്മൾ കാണുന്നത് ഫാർമേഴ്സിൻ്റെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ഡയറി പ്രൊഡക്ട്സും അതുപോലെ സെൻസിറ്റീവായിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സും ഒഴിവാക്കിയിട്ടുണ്ടെന്നും മെയ്സ്, വീറ്റ്, റൈസ്, സോയ, പൗൾട്രി, മിൽക്ക്, ചീസ്, എത്തനോൾ, ടൊബാക്കോ, സർട്ടൺ വെജിറ്റബിൾസ്, മീറ്റ് തുടങ്ങിയ മേഖലയിൽ US-ന് താരിഫ് ഇളവ് നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന ഒരു ട്വീറ്റ് നമുക്ക് കാണാം. എന്നാൽ US-ൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്വീറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ ക്ലിയർ ആയിട്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് സീറോ താരിഫിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഡ്രൈഡ് ഡിസ്റ്റിലേഴ്സ് ഗ്രൈൻസ് ഉണ്ട്, അതുപോലെ റെഡ് സോർഗം എന്ന് പറയുന്ന ആനിമൽ ഫീഡ് ഉണ്ട്, അതുപോലെ ട്രീ നട്ട്സ് ഉണ്ട്, അതുപോലെ ഫ്രഷ് ആൻഡ് പ്രോസസ്ഡ് ഫ്രൂട്ട്സ് ഉണ്ട്, സോയാബീൻ ഓയിൽ ഉണ്ട്, അതുപോലെ വൈൻ ആൻഡ് സ്പിരിറ്റ്സ്. ഇതൊക്കെയാണ് ഇന്ത്യ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇൻ്ററിം എഗ്രിമെൻ്റ് ആണ്. ഇവിടെ അമേരിക്ക ഇന്ത്യയെ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഒരു താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ ഈ റെസിപ്രോക്കൽ താരിഫ്, ഈ 18% എന്ന് പറയുന്ന ഈ ഒരു താരിഫ് പോലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഡയറി അഗ്രികൾച്ചർ മേഖലയിലുള്ള ഒരു എൻട്രിയാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുന്നത് $500 ബില്യൻ്റെ ഒരു പർച്ചേസ് അടുത്ത 5 വർഷം ഇന്ത്യ അമേരിക്കൻ പ്രൊഡക്റ്റുകൾ വാങ്ങിയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓൾറെഡി ഇന്ത്യ $50 ബില്യൻ്റെ US പ്രൊഡക്റ്റുകൾ എവറി ഇയർ വാങ്ങുന്നുണ്ട്. അപ്പോൾ 5 വർഷമാകുമ്പോൾ $250 ബില്യൺ ഓൾറെഡി ഇന്ത്യ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ റഷ്യൻ ഓയിൽ നിർത്തിയിട്ട് ഈ അമേരിക്കയിലെ അല്ല വെനിസില ഓയിലുകളൊക്കെ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു 15% ഈ ഓയിൽ, ഫ്യൂവൽ ആൻഡ് എനർജി പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഈസി ആയിട്ട് ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു ഡീലിലൂടെ രണ്ട് രാജ്യങ്ങളും തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിധിവരെ അമേരിക്കയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. കാരണം ഇതുവരെ ഇല്ലാതിരുന്ന റെസിപ്രോക്കൽ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൂടാതെ ഇതുവരെ എൻ്റർ ചെയ്യാൻ പറ്റാതിരുന്ന പല അഗ്രി വൈഡ് റേഞ്ച് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ ഒരു മേഖലയിൽ എൻ്റർ ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് 18% താരിഫ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ പൂർണ്ണമായിട്ടും നിർത്തിവെക്കാനുള്ള ഒരു അതിശക്തമായ ഒരു സമ്മർദ്ദം ഇന്ത്യയുടെ മേൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും കുറച്ചുകൂടി വിൻ ചെയ്തിരിക്കുന്നത് US ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ബജറ്റിലെ F&O മാർക്കറ്റിൽ STT ഉയർത്തിയിരുന്നു, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാൻ കഴിയും. കാരണം F&O മാർക്കറ്റിലുള്ള ട്രേഡിംഗ് വോളിയം അത് കുറയുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുറവ് വരികയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ, മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ സ്റ്റോക്കുകളും AMC സ്റ്റോക്കുകളും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എന്ന് പറയുന്നത് CPI, ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഫെബ്രുവരി 12 അത് വരിക. നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിലുള്ള ഡാറ്റ ഏകദേശം 1.33% ആയിരുന്നു. അപ്പോൾ ജനുവരിയിൽ അതിൽ നിന്നും കൂടുതൽ ഉയരാനാണ് സാധ്യത. കാരണം ഗോൾഡ് ആൻഡ് സിൽവർ പർച്ചേസ് നമ്മുടെ കോർ ഇൻഫ്ലേഷനിൽ വലിയൊരു സ്പൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും RBIയുടെ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 2% 6% ഇടക്കാണ്. അതിനിടയിൽ ഒരു ഇൻഫ്ലേഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ആ 6% മുകളിലേക്ക് ഇൻഫ്ലേഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു അപകടകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുപോലെ US മാർക്കറ്റിലും രണ്ട് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതൊന്ന് US-ൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അതുപോലെ തന്നെ US-ൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതുപോലെ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വ്യൂ പോയിന്റ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതും ഈ ഒരു ഡാറ്റയിൽ നിന്നും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്.
അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിൽ ലാർജ് ക്യാപ്പിലുള്ള പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും Q3 റിസൾട്ടുകൾ വരുന്നുണ്ട്. ടൈറ്റാൻ, ഐഷർ മോട്ടോഴ്സ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഡിവിസ് ലബോറട്ടറീസ്, ONGC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഹിൻഡാൽകോ, കോൾ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലെയുള്ള സ്റ്റോക്കുകളുള്ള Q3 റിസൾട്ട് തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന റിസൾട്ടുകളായിരിക്കും. അതുപോലെ തന്നെ മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെയും പ്രത്യേകിച്ച് ഇൻഫോഎഡ്ജ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ, ഇപ്ക ലബോറട്ടറീസ്, മുത്തൂറ്റ് ഫിനാൻസ്, ലെൻസ്കാർട്ട്, അശോക് ലൈലൻഡ്, എസ്കോട്ട് കുബോട്ടോ, ജുബിലന്റ് ഫുഡ് വർക്ക്സ്, ഗ്ലാക്സോ, സൈഡസ് ലൈഫ് സയൻസിൽ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകളും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ പൊതുവെ ശാന്തമായി നിൽക്കുന്ന IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി പുതിയ IPOകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 IPOകൾ മാർക്കറ്റിൽ 9-ാം തീയതി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഫ്രാക്റ്റൽ അനാലിറ്റിക്സ് എന്ന് പറയുന്ന IT കമ്പനിയുടെ IPO ആണ്. അപ്പോൾ 2834 കോടി ഇഷ്യൂ സൈസുള്ള ഈ ഒരു IPOയിൽ കൂടുതലായിട്ടുള്ളത് OFS ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു AI ആൻഡ് അനാലിറ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് AI സൊല്യൂഷൻ ഡ്രിവൺ കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ IPO വലിയ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ടാണ് പ്രൈസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് താല്പര്യമെടുക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു IPO ആയ ഫിനാൻസിൻ്റെ IPO ആണ്. ഇതൊരു 1010 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണ്. അപ്പോൾ MSME മേഖലയിൽ സെക്യൂർഡ് അൺസെക്യൂർഡ് ലോണുകളൊക്കെ കൊടുക്കുന്ന, കൂടാതെ ബിസിനസ് ലോണുകളും വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകളൊക്കെ കൊടുക്കുന്ന ഒരു NBFC ആണ് ആയ ഫൈനാൻഷ്യൽസ്. ടോപ്പ് ലൈനിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽസിൽ ഗ്രോത്ത് ഉണ്ടെങ്കിലും ബോട്ടം ലൈനിൽ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെയും പ്രൈസ് അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു IPO വളരെയധികം ശ്രദ്ധിച്ച് അപ്രോച്ച് ചെയ്യേണ്ട ഒരു IPO ആയിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് നിഫ്റ്റി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ വിക്സ് അത് 13.63 എന്ന ലെവലിൽ നിന്നും താഴോട്ടേക്ക് വന്നുകൊണ്ട് 11.94 എന്ന ലെവലിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ആ ഒരു വളറ്റിലിറ്റി കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ഫിയർ ഇപ്പോൾ മാർക്കറ്റിലില്ല. മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോൾ ഫിയർ സോണിലാണെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അത് എക്സ്ട്രീം ഫിയർ സോണിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഫിയർ സോണിലാണുള്ളത്. വലിയൊരു ബിയറിഷ് ട്രെൻഡിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോകുമെന്നിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഭയപ്പെടുന്നില്ല. അവസാനത്തെ ട്രേഡിംഗ് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 25,694 എന്ന റേഞ്ചിലാണ്. ഇന്ത്യ US ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ 1200 പോയിന്റ് ഉയർച്ചയിൽ അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ എത്തിയിട്ടായിരിക്കാം മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുക. അപ്പോൾ 25,500 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും നിഫ്റ്റി സേഫാണ്. എന്നാൽ അതിന് താഴോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ കോഷ്യസ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.